എന്ത് പറ്റിയടോ? വണ്ടി വഴി കിടന്നു അല്ലേ? ഇതിനാ പറയുന്നത് മന്ത്രിയുടെ വണ്ടിക്ക് അകമ്പടിയും പൈലറ്റും വേണമെന്ന്. അല്ല സർ, ഒരു സെക്കൻഡ് ഒന്ന് ഇറങ്ങിയാൽ ഒരു കാര്യം പറയാനുണ്ട്. അവിടെ വന്നങ്ങ് പറഞ്ഞാ മതി. സർ പ്ലീസ്. എന്താന്ന് വെച്ചാ പറയടോ. എനിക്ക് അങ്ങ് എന്നിട്ട് 3-4 കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനുള്ള. സർ, മന്ത്രിമാർക്കുള്ള പോലീസ് എസ്കർട്ടും പൈലറ്റും പിൻവലിക്കാൻ നമ്മൾ തീരുമാനിച്ചതാണ്. ഓഹോ, ഇന്നു മുതൽ അത് നടപ്പിലാവുകയുമാണ്. ആര് തീരുമാനിച്ചു നടപ്പിലാക്കാനേ? ആഭ്യന്തരമന്ത്രി. സർ, ഒരു തർക്കത്തിന് ഞാനില്ല. മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പത്രക്കാരെ വിവരം അറിയിച്ചു കഴിഞ്ഞു. ആ നിലയ്ക്ക് എസ്കർട്ടും പൈലറ്റുമായി അങ്ങ് തലസ്ഥാനത്തേക്ക് ചെന്നാൽ പത്രക്കാർക്ക് അതൊരു തമാശയാവും. ഇതൊക്കെ വഴി തടഞ്ഞു നിർത്തി പറഞ്ഞാൽ മതിയോ? അല്ല സർ, കൺസേൺ എസ്പിമാർക്ക് മെസ്സേജ് കൊടുത്തിരുന്നു. പിന്നെ തീരുമാനം അങ്ങേക്ക് അറിയാവുന്നതാണ്. ട്രാഫിക് കൺട്രോൾ വഴി നിങ്ങൾക്ക് മെസ്സേജ് കിട്ടിയതല്ലേ? സർ. പിന്നെ ഇദ്ദേഹം നിർബന്ധമായിട്ട് പറഞ്ഞപ്പോ, എടോ ഗോപാലകൃഷ്ണ, ഓർഡറിൽ നിന്ന് എന്റെ പേരും ഒഴിവാക്കിയത്. ആ മന്ത്രി ആയാലും കൂടെ 5-6 പോലീസും പട്ടാളവും ഒക്കെ വേണം. ഇല്ലെങ്കിൽ പിന്നെ മന്ത്രിക്ക് എന്തോടൊരു വില? അത് ശരിയാവില്ല സർ. ഗവൺമെന്റിന്റെ തീരുമാനം ഒരു മന്ത്രി തന്നെ അനുസരിക്കുന്നില്ല എന്ന് വന്നാൽ നാളെ പത്രങ്ങൾക്ക് അതൊരു സദ്യയായി. എന്ത് പറഞ്ഞാലും പത്രക്കാര്. എടോ, ഈ പത്രക്കാർക്ക് ഇതിലും വലിയ സദ്യ കൊടുത്തവനാ ഞാൻ. സർക്കാരിന്റെ ഖജനാവിന്ന് 10-20 ലക്ഷം രൂപ മുടക്കി മോടി പിടിപ്പിച്ച മന്ത്രിമന്ദിരത്തിൽ നിന്ന് പുതിയ മന്ദിരത്തിലേക്ക് ഞാൻ താമസം മാറ്റിയപ്പോഴും എഴുതി ഈ പത്രക്കാര്, ഭക്ഷ്യമന്ത്രി ധൂർത്തടിച്ചു, ഖജനാവും പിടിച്ചു എന്നൊക്കെ. എന്നിട്ട് എനിക്കൊരു ചുക്ക് സംഭവിച്ചില്ല. പിന്നെ ആ എസ്കോർട്ടും പൈലറ്റും ഒക്കെ. സർ, ഞാൻ വളരെ വിനയപൂർവ്വം ഒന്നുകൂടി പറയുകയാണ്, ഇവരെ റിലീവ് ചെയ്യണം. സൗകര്യമില്ല. നിങ്ങൾ ആരെയാണ് സർ പേടിക്കുന്നത്? ജനങ്ങളെയോ? കേരളത്തിലെ ഒരു മന്ത്രിയെയും ഇന്ന് വരെ ജനങ്ങൾ തെരുവിലിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല. പേപ്പട്ടിയെ പോലെ തല്ലി ചതയ്ക്കപ്പെടാൻ അർഹതയുള്ള മന്ത്രിമാരില്ലാഞ്ഞിട്ടല്ല സർ. പക്ഷെ നമ്മുടെ ജനങ്ങൾക്ക് മന്ത്രിമാരെക്കാൾ അല്പം കൂടി വിവരം ഉണ്ടായിപ്പോയി. അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള ശേഷി നഷ്ടമായി. അതവർക്ക് തിരിച്ചു കിട്ടുന്നവരെങ്കിലും അങ്ങേ പോലുള്ളവർക്കും പോലീസിന്റെ അകമ്പടിയില്ലാതെ ഈ നാട്ടിൽ സഞ്ചരിക്കാം, ജീവഭയമില്ലാതെ. ദയവ് ചെയ്തവരോട് തിരിച്ചു പോകാൻ പറയണം സർ. നോ, സാധ്യമല്ല. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. താൻ തന്റെ വകുപ്പ് അങ്ങ് ഭരിച്ചോണ്ടാ മതി. സർ, ഇവരെന്റെ വകുപ്പിൽപ്പെട്ടവരാണ്. അങ്ങേ ഇവിടെ ഉപേക്ഷിച്ചു പോകാൻ ഞാൻ ഉത്തരവിട്ടാൽ ഇവർക്ക് അതനുസരിക്കേണ്ടി വരും. അങ്ങേക്ക് നാണം കെടേണ്ടി വരും. മിച്ചമുള്ള അഭിമാനമെങ്കിലും നഷ്ടപ്പെടുത്താതിരിക്കുന്നതല്ലേ സർ ഭംഗി? കേട്ടില്ലേടോ തന്റെ വകുപ്പ് മന്ത്രിയുടെ ഉത്തരവ്? പിന്നെ എന്തിനാണോ ഞാൻ തൂങ്ങിയിരിക്കുന്നത്? പോയിക്കോടോ. വണ്ടി വിടറോ. അല്ല, പലഹാരപ്പണി തീർന്നില്ല ഇതുവരെ. മിനിസ്റ്റർക്ക് പോകാൻ തിരക്കുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താ അടുക്കളയിൽ കാര്യം? പുറത്തേക്ക് ചെല്ലുന്നാരെ ഓടുന്നു. കൊതി ഉണ്ടായിട്ടല്ല തെരേസ പഞ്ചായത്തെ. മിനിസ്റ്റർ തിന്നതിന് മുമ്പ് ഒരാൾ ചെക്ക് ചെയ്യണം. ഇനി ഓക്കെ. അതെ, ഞാനും ഗോപാലകൃഷ്ണൻ ഒരേ കോളേജിൽ ഒന്നിച്ചാ പഠിച്ചിരുന്നത്. ഏത് കോളേജിലാ പഠിച്ചിരുന്നത്? ഏത് കോളേജിൽ? കോളേജോട്ട് സ്കൂളിന്റെ വരാന്തോലും നേരെ നിങ്ങൾ സംസാരിക്കുന്ന ഇടപെടൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. ഒരുമാതിരി ചേരിക്കാത്ത സ്വഭാവം കാണിക്കാൻ മുണ്ടാത്തിട്ട്. അതെ, ഗോപാലകൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. കുഞ്ഞുനാളിലെ ഗോപാലകൃഷ്ണന്റെ ആഗ്രഹമായിരുന്നു പ്രധാനമന്ത്രി ആവാന്നുള്ളത്. ഇതൊരു തുടക്കം മാത്രം. കൊണ്ട് കല്ലുവെച്ച കൊണ്ട് ഗോപാലകൃഷ്ണൻ ഒരു കൗൺസിലർ ആണെന്ന് പോലും ആഗ്രഹിച്ചിട്ടേ ഇല്ല. എന്താ ചോദ്യങ്ങൾ നിർത്തിയോ? വേണ്ട, ഞാൻ നേരിട്ട് ചോദിച്ചോളാം. എങ്ങനെ ചോദിക്കും? ഇതല്ലേ മറുപടി. വല്ല ആവശ്യമുണ്ട്? ഇവർക്ക് ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. കപ്പയും മീനും ആണോ മിനിസ്റ്ററുടെ ഇഷ്ടവിഭവങ്ങൾ? അത് കുട്ടിക്കാലം മുതൽക്കേ എന്നും കിട്ടിയിട്ടുള്ളത് ഇതാ. അതുകൊണ്ടായിരിക്കാം ഇതാണ് എന്റെ ഇഷ്ടവിഭവങ്ങൾ. അല്ലോ അതായാലും നടന്നു തന്നോളൂ. മിനിസ്റ്റർ കപ്പ കഴിക്കുന്ന ഒരു പടം എടുത്തോട്ടെ. അയ്യോ, അത് വേണ്ട. അല്ല സാർ, നാളെ ഫ്രണ്ട് പേജിൽ ഒരു എക്സ്ക്ലൂസീവ് ബോക്സ് ഐറ്റമായിട്ട് കൊടുക്കാം. നല്ല വാർത്തയായിരിക്കും. പ്ലീസ്, പാടില്ല. സ്വന്തം അമ്മയും പെങ്ങന്മാരെയും പോലെ തന്നെയാണ് എനിക്ക് ഇവരൊക്കെ. ഈ വീട് സ്വന്തം വീട് പോലെയും. സ്വന്തം വീട്ടിൽ അമ്മയോ പെങ്ങന്മാരോ വിളമ്പിത്തരുന്ന കപ്പയും മീൻകറിയും കഴിക്കുന്നത് പത്രക്കാരെ വിളിച്ചു വരുത്തി വാർത്തയാക്കുക എന്ന് പറഞ്ഞാൽ അതാര് ചെയ്താലും സാമാന്യം പോറാ. ഇത്തരം വില കുറഞ്ഞ പബ്ലിസിറ്റി സ്റ്റണ്ടിലൊന്നും എനിക്ക് താല്പര്യമില്ല. നോ. മുമ്പോട്ട് കയറ്റി നിർത്തണോ? ആഭ്യന്തരമന്ത്രിയുടെ വണ്ടിയുടെ ഒപ്പത്തിൽ കിടക്കണം അവന്റെ അമ്മാവന്റെ വണ്ടി. അതെ, വണ്ടി മാറ്റിയിടണം. ഗോപാലകൃഷ്ണന്റെ അകത്ത് ഹോം മിനിസ്റ്റർ ഗോപാലകൃഷ്ണൻ. ഓ സാർ, ചെന്നാട്ടെ. എന്റെ പേര് പൂമുഖത്ത് ഉറപ്പ്, ആഭ്യന്തരമന്ത്രിയുടെ അങ്കിളാ. മിനിസ്റ്റർ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്കിൾ അങ്കിൾ, ഇത് ആന്റി. അങ്ങോട്ട് മാറടോ. എന്റെ ജോലി പോവോ? ഹലോ, മിനിസ്റ്റർ ബിസിയാണല്ലോ. മോനെ, ഓ എന്റെ ഭഗവാനെ, എന്റെ ജഗദീശ്വര ആയുസ് കൊടുക്കണേ. നീ മന്ത്രിയാകുന്ന മുഹൂർത്തം കണ്ട് കണ്ണ് നിറയാൻ കഴിഞ്ഞില്ല. അങ്ങ് മൈസൂരിലെ കൂപ്പിലായി പോയി ഇവന് ഞാനും. ഓ, എന്നാലെന്താ ഒക്കെ മനക്കണ്ണില് കണ്ടു ഞാൻ.
കുഞ്ഞുനാളില് ഇവന്റെ തലക്കുറ എഴുതിയ ജ്യോത്സ്യൻ രാശി വെച്ച് പറഞ്ഞതാ രാജയോഗം കാണുന്നുണ്ടെന്ന്. ഓർമ്മയുണ്ടോ നിനക്ക്? അന്ന് ഞാനത് വിളിച്ചു പറഞ്ഞു നടന്നപ്പോ ആരാത് കാര്യാക്കാൻ? ഓ, അമ്മാവന്റെ ഒരു ആഗ്രഹം അത് ഗുരുവായൂരപ്പൻ സാധിച്ചു തന്നു, അത്ര തന്നെ. നമ്പ്യാരോട് വേണ്ട വിധത്തിൽ പറഞ്ഞിരുന്നു ഞാൻ, MLA ആയ സ്ഥിതിക്ക് ഇനി മന്ത്രി ആക്കിയിട്ടേ പിടി അയക്കാവൂന്ന്. എന്നാലേ ഇലക്ഷൻ അങ്ങോട്ട് ഇറക്കിയത് തിരിച്ചു പിടിക്കാൻ പറ്റൂ. നീ എന്താ മരുമോനെ കണ്ടപ്പോ മതി മറന്ന് നിന്നുപോയോ? എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം, എന്റെ കുഞ്ഞിനെ കാണണം, ഗോപാലകൃഷ്ണനെ കാണണം എന്ന് പറഞ്ഞ് എന്തൊരു ബഹളായിരുന്നു. നീ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കാൻ? എനിക്ക് എന്റെ കുഞ്ഞിനെ അങ്ങോട്ട് എന്ന് കാണണം എന്ന് പറഞ്ഞു ഒറ്റ കരച്ചില്. എന്നിട്ട് ഇപ്പൊ ആളെ കണ്ടപ്പോ വിഴുങ്ങസ പറഞ്ഞ് നിൽക്കുക. ഇതാ നിൽക്കണം നിന്റെ മരുമോൻ. അനുഗ്രഹിക്കുക. ഓടിപ്പാഞ്ഞ് നടന്നെന്റെ മോൻ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയി. എന്റെ കുഞ്ഞിനെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കണം. എന്താണോ കഫം ഓക്കാനേ ഛർദിക്കാൻ തന്നെ അല്ലേ? ആ, ഇനി നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിന്നോളൂ. എനിക്ക് ഇവനോട് അല്പം തറവാട്ട് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. അല്ല ഞങ്ങള് ഓ ആ, ഇനി എന്താ നിനക്കൊന്നും പറയാനില്ലേ മറ്റൊന്നോട്? പറയാനുള്ളതൊക്കെ പണ്ടേ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ പ്രസന്ന? ഞാനതൊക്കെ അന്നത്തെ ഒരു കളയടോ. ഇനിയിപ്പോ നിന്റെയും ഗൗരിയുടെയും കാര്യം ഈ തിരക്കിനിടയിൽ വൈകിക്കാതെ തീരുമാനിക്കുക, നടത്തുക. അളിയന്റെ കൺവീനിയൻസ് എങ്ങനെയാന്ന് പറഞ്ഞാൽ മതി. അതെ, ഒന്നുകൂടെ മാറൂ, ഒന്നുകൂടെ മാറൂ. ഇരിക്കുക, ഇരിക്കുക. എങ്ങനെയാ വീണു തുടങ്ങിയോ? ഇതായിരുന്നു നിന്റെ അച്ഛൻ ഗോവിന്ദേട്ടന്റെയും കുഴപ്പം. ഈ പണത്തിന്റെ കാര്യത്തിൽ പിടിപ്പുകേട്. സാരല്ലേ, അത് മാറ്റിയെടുക്കാം. നമ്മുടെ പ്രസന്നെ കൂടെ കൂട്ടിക്കോ. ക്യാഷ് ഡീലിങ്സ് ഒക്കെ അവൻ ഇരി ചെവി അറിയാതെ നീറ്റായിട്ട് കൈകാര്യം ചെയ്തോളും. നീ ആ കസേരയിൽ ഇങ്ങനെ വെറുതെ ഇരുന്നു കൊടുത്താൽ മതി. എഴുന്നേക്കണം. അതായത് എഴുന്നേക്കാൻ. എന്റെ അച്ഛന്റെ പേര് മറന്നിട്ടില്ലല്ലേ? ഭാഗ്യം. ഗോവിന്ദൻ നായർക്ക് പിടിപ്പുകേടായിരുന്നു അത്രേ. ആ മനുഷ്യൻ നിങ്ങൾക്ക് തന്ന സ്നേഹം, വിശ്വാസം, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പിടിപ്പുകേട്, അതായിരുന്നില്ലേ ജീവിതത്തിൽ നിങ്ങളുടെ പിടിവള്ളി? പങ്ക് കച്ചവടത്തിനും മരക്കച്ചവടത്തിനും ഒക്കെ കൂട്ടിന് പോയി അവസാനം അച്ഛന്റെ കാൽച്ചുവറ്റിലെ മണ്ണ് വരെ മാന്തിയെടുത്ത് സ്വന്തമാക്കി. ഇനി എന്റെ പിടിപ്പുകേടും കൂടെ മാറ്റിയെടുക്കാൻ സഹായിക്കാമല്ലേ? അമ്മാവ, ഏരപ്പാളി എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി വിളിച്ചിട്ടാ എന്റെ അച്ഛൻ കണ്ണടച്ചത്. ഞാനത് ആവർത്തിച്ചാൽ കുരുത്തക്കേടായി. വേണ്ട, നിനക്കിട്ടൊന്ന് തരണമെങ്കിൽ എനിക്ക് ആഭ്യന്തരമന്ത്രിയുടെ പദവിയൊന്നും ആവശ്യമില്ല. പോകാം. നിന്നെ പിന്നെ എന്റെയും ഗൗരിയുടെയും കാര്യം അത് എന്റെ കൺവീനിയൻസ് അനുസരിച്ച് ഞങ്ങൾ തീരുമാനിച്ചോളാം. പോണം. വരുന്നുണ്ട് അമ്മാവൻ വരുന്നുണ്ട്. പിന്നെ ഈ കൂപ്പിന്ന് ഉരുളൻ തടികൾ ലേലത്തിൽ പിടിക്കും പോലെ അനന്തരനെ ചുളുവിൽ ഒതുക്കാന്ന് വിചാരിച്ചല്ലേ? മൂപ്പർക്ക് വിവരമില്ലാത്തോണ്ടല്ലേ, ഒന്ന് ക്ഷമിച്ചാളാ. മിനിസ്റ്റർ അങ്കിളല്ലേ? അടുത്ത ഇലക്ഷന് ഈ വാശിക്ക് അമ്മ അനന്തരവനെതിരെ നിൽക്കണം. കെട്ടിവെച്ച കാശ് പോയി കിട്ടും. അല്ല അങ്കിൾ ഇനി എന്ന് വരും? നിന്റെ ഒക്കെ 16 അടിയന്തരത്തിന് കുടുംബത്തോടെ ചമ്മി പോണത് കണ്ട. കുറിപ്പീടാ, ഇതെന്നാ പോക്ക? മന്ത്രിക്കുഞ്ഞ് എങ്ങനാ? മയത്തിലാണോ? എന്തൊരു സ്നേഹം, വീർപ്പ് മുട്ടിച്ചോളാം. നേരാണോ? അപ്പൊ പഴയതൊക്കെ മറന്നോ? ഒക്കെ മറന്നു. അല്ലെങ്കിൽ ഒന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന പ്രകൃതക്കാരനല്ല അവൻ. അല്ലേ ചന്ദ്രമതി? ചേട്ടത്തിന് ഓർത്താ ഭയങ്കര സന്തോഷം. മോനെ പ്രസന്ന, എന്തായാലും പറഞ്ഞു അളിയനോട്. പിന്നെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇദ്ദേഹം അങ്ങോട്ട് ചെന്നേച്ചാ മതി. മതിയല്ലേ? താങ്ക് യു. സദാനന്ദനാണേ, ഒന്ന് കാണണമായിരുന്നു. വരണം. ഇരിക്കൂ. വേണ്ട, നിന്നോളാ. പറയൂ. എന്താ ഇത്, കൈക്കൂലിയോ? അല്ല, അപേക്ഷയാ. സസ്പെൻഷനിലാണ്. എന്താ കേസ്? IG നേരിട്ട് പിടിച്ച കേസാ, കറപ്ഷൻ. ഇയാളുടെ പേര് വേറെയും ചാർജുകളുണ്ടല്ലോ. അതെ, ഏതോ വേലിത്തർക്കം തീർക്കാമെന്ന ഒരു പെണ്ണിനോട് ഇൻഡീസെന്റ് ആയി പെരുമാറിയെന്ന് വേറൊരു കംപ്ലൈന്റ് ഉണ്ടല്ലോ. ഉവ്വ്, ഒക്കെ വൈരാഗ്യത്തിന്റെ പേരിൽ ഓരോ അമ്മ ഒപ്പിക്കുന്ന എന്റെ പൊന്നുകുമാരൻ സാറേ. ഇത് ഔട്ട് ഓഫ് ദ വേ ആണ്. എൻക്വയറി ഓഫീസർ ആരാണെന്ന് വെച്ചാൽ അവരോട് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങളായതൊക്കെ. IG തീരുമാനമെടുത്ത ഒരു കേസിൽ ഇങ്ങനെ ഒരു അപേക്ഷ ഞാൻ കൈപ്പറ്റുന്നത് ശരിയല്ല. സോറി. IG എന്നോട് വിരോധമാ സാറേ. ഞാനും അമ്മയുടെ കാലും ഒന്നും ഞാൻ തിരുമാൻ പോത്തില്ല. ഓഹോ, എനിക്ക് രാഷ്ട്രീയക്കാരുമായിട്ടാ സാറേ ബന്ധം. ഇതൊക്കെ മോളിരിക്കുന്ന കഴിവ് ഏമാർക്കൊന്നും പിടിക്കത്തില്ല. കണ്ണുകടിയാ സാറേ.
സർവീസിൽ കയറിട്ടത് 12ാമത്തെ സസ്പെൻഷനാ. ഇങ്ങനെ പോയാൽ അവന്മാർ എന്നെ കൊണ്ട് പെൻഷൻ മേടിപ്പിക്കത്തില്ല. എന്റെ ദൈവമേ, ആരാകുന്നോ എന്താവുമെന്ന് അറിയാതെ ഇദ്ദേഹത്തിനോട് ഒരുപാട് പോക്കൃത്തരം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓർക്കണം, ദേ സാർ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിക്കുന്നവർക്ക് വേണ്ടി സദാനന്ദൻ എന്തും ചെയ്യും. ദേ ഇപ്പൊ തന്നെ ഇദ്ദേഹം എന്നെ വിളിച്ചു, എടാ സദാനന്ദ പോയി കൊന്നേച്ചു വാടാ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. അതാ സദാനന്ദന്റെ കൂറ്. എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന്. തീർച്ചയായും. ആ, ഇവിടെ എവിടെയാ നല്ല ഫ്രഷ് ആയിട്ട് മീൻ കിട്ടുക? കായൽ മീനോ കടൽ മീനോ? രണ്ടും. ഞാൻ വാങ്ങിച്ച് വെട്ടിക്കഴുകി നല്ല കുടമ്പുളി ഇട്ട് കറി വെച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവരട്ടോ. അതെ, കറി പോട്ടെ, പിന്നെ കുറച്ച് നന്നായിട്ട് തേങ്ങ അരച്ച് പീര പറ്റിക്കാം അല്ലേ? തങ്കച്ചി സാറിനുള്ളത് വറുത്താ മതി. മീന്റെ നടുക ഇങ്ങനെ വരഞ്ഞ് പെപ്പറൊക്കെ ഇങ്ങനെ വെതറി നല്ല കര നിങ്ങളെ സൗകര്യം പോലെ ചെയ്താൽ മതി. ജീപ്പുണ്ട് സാർ, ഇപ്പൊ കൊണ്ടുവരാം. മിസ്റ്റർ സദാനന്ദൻ, എന്താ സാർ? സർക്കാർ ജീപ്പ് ദുരുപയോഗപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. നടന്നു പോയാലും മീൻ കിട്ടും ഇല്ലേ സദാനന്ദ? പിന്നെ കിട്ടും സാർ. എടോ, 12 കൊല്ലം കുഴലിലിട്ടാലും നിവരാത്ത പട്ടിയുടെ വാലില്ലേ, അതുപോലെയാ തന്റെ മനസ്സ്, അതുപോലെയാ തന്റെ നട്ടല്. മീൻ വാങ്ങിക്കൊണ്ടിരാത്ത എടോ, സർക്കാരിന് തനിക്ക് ഈ തൊപ്പിയും കുപ്പായും ഒക്കെ തന്നിരിക്കുന്നത് മത്തി വാങ്ങിക്കാനും നേതാക്കന്മാർക്കൊക്കെ മറ്റേ പണി ചെയ്തു കൊടുക്കാനും ഒന്നല്ല. ഇറങ്ങി പോണോ? കഷ്ടം. എന്നാലും ഗോപേട്ടൻ ഇങ്ങനൊരു ദുഷ്ടനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആ, ഇത്രയും കാലം അവന്റെ പുറകെ നടന്നിട്ടും മനസ്സിലാക്കിയില്ല എന്ന് തെളിച്ചങ്ങ് സമ്മതിക്കടി അല്പൻ. ആകെയുള്ള ഒരേ ഒരു അമ്മാവന്റെ മുഖത്ത് നോക്കി എന്തൊക്കെയാ അവൻ പറഞ്ഞത്. കഷ്ടം. നന്നായിപ്പോയി. എന്താടി പറഞ്ഞത്? നന്നായിപ്പോയി എന്ന് പുറപ്പെടാൻ ഭാവിച്ചപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, 3 കൂടെ കെട്ടിയെടുത്തോണ്ട് അങ്ങോട്ട് ചെല്ലണ്ടാന്ന്. ചിലക്കാടി, നിന്റെ ഭാവിയെ ഓർത്തിട്ടാ നാണം കെട്ടിട്ടാലും അവനെ ഒന്ന് ചെന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചത്. ഓ പിന്നെ, അതിന് ഞാൻ ഇന്നലെ അങ്ങോട്ട് ജനിച്ചതല്ലേ ഉള്ളൂ. ഏട്ടൻ എന്റെ ഭാവിയെ കുറിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഒരു വിചാരം വരാൻ ഒന്നുമല്ല. ഗോപേട്ട് മന്ത്രിയായി കഴിഞ്ഞപ്പോ നിങ്ങൾക്കൊക്കെ എടുത്ത് തോളത്ത് വെക്കണം, എന്നിട്ട് വലിപ്പം പറഞ്ഞ് നടക്കണം, അത്ര തന്നെ. അളിയനും അമ്മാവനും ഒരുങ്ങി ചമഞ്ഞൊരു അമ്മായി. അയ്യടാ, അവിടെ ഒരു കൊമ്പത്തെ മന്ത്രി ചേറ്റ അടിച്ചവന്റെ ചെവിക്കല്ല് പൊട്ടിക്കണം. അതാ വേണ്ടിയിരുന്നത്. ആ എങ്കി പിന്നെ സുഖായി. 3 ആൾക്കും കോട്ടക്കിലോ കോയമ്പത്തൂരോ പോയി ഒരു പിഴിച്ചിലും കൂടെ നടത്തേണ്ടി വന്നേനെ. പോലീസുകാർ ചവിട്ടി തിരുമ്മിട്ട്. ഇപ്പം മാനല്ലേ പോയുള്ളൂ. ഇനി നീയും കൂടെ പറഞ്ഞ അച്ഛനെ വിഷമിപ്പിക്കും. അച്ഛന്റെ ഹാർട്ട് വേദനിക്കട്ടെ. അതിന് അച്ഛന് ഹാർട്ട് ഉണ്ടായിട്ട് വേണ്ടേ? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കില് എന്റെ അച്ഛൻ സ്വന്തം പെങ്ങളെയും കുട്ടികളെയും തെരുവിലേക്ക് പറഞ്ഞയക്കുമായിരുന്നോ? പാവം ഗോപേട്ടൻ എത്ര കരഞ്ഞു വന്ന. എടി മതി, നിർത്ത്. അവിടെ ഒരു കോവേട്ടൻ തെണ്ടി. ഇനി മേലാൽ അവന്റെ പേര് ഇവിടെ മിണ്ടി പോരുത്. തെണ്ടി ആയാലും നിങ്ങളെ പോലൊന്നും അല്ല, നട്ടലുണ്ട്, ആണാ. അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് വിളിച്ചപ്പോ ചൂല് പോലെ കൂടെ പോന്നേനെ. അങ്ങനെ വരാത്തോണ്ടാ എനിക്ക് ആ മനുഷ്യന് കൂടുതൽ ഇഷ്ടം, ഒരുപാട് ഇഷ്ടം. മന്ത്രി അല്ലാതായാലും വന്ന് വിളിച്ചാൽ ഞാൻ ഇറങ്ങിപ്പോ അയാളുടെ കൂടെ. ആരെതിർത്താലും ശരി. അഹങ്കാരി. അഹങ്കാരിയോ? അഹങ്കാരിയൊന്നുമല്ല, തന്തയ്ക്ക് പുറക്കാത്ത ചെറ്റ റാസ്കൽ. അയ്യേ, തീട്ടൻ ചവിട്ടി പോലത്തെ അനുഭവമായി പോയി. ഞങ്ങളെ ആരെയെങ്കിലും കൊണ്ട് വിളിച്ചു ഉറപ്പിച്ചിട്ട് പോരായിരുന്ന സാധന താൻ അവനെ ചെന്ന് കാണാൻ. അയ്യടാ, എന്നാ ഇതിനേക്കാൾ വലിയ അടി കിട്ടിയേനെ. എന്റെ കാര്യം പോട്ടെ, ഞാനൊരു കൂറ പോലീസുകാരൻ. ഇതൊക്കെ കണ്ടും കേട്ടും എനിക്ക് തൊലിക്ക് നല്ല കട്ടിയ. പക്ഷെ നിങ്ങളുണ്ടല്ലോ, നിങ്ങള് അവന് പുച്ഛവ. ശരിയാ, ഇപ്പൊ ഇരിക്കുന്നവനെ മാറ്റി പുതിയൊരു SP വെക്കണമെന്ന് 100 പ്രാവശ്യം ഞാൻ അവനോട് പറഞ്ഞതാ. എന്നിട്ട് സദാനന്ദ, അവന്റെ ചരടുകളൊക്കെ ഇപ്പോഴും എന്റെ കയ്യിൽ തന്നെ. ഞാനതൊന്ന് വലിച്ചു മുറുക്കിയാൽ അവന് ശ്വാസം മുട്ടും, അവന്റെ കണ്ണ് തുറിക്കും. അതവനറിയാം. നമ്പ്യാരുടെ തലയ്ക്ക് മീതെ ചൂട് വെക്കാൻ അവന് തന്റെ ഇടം ഉണ്ടാവില്ല. താൻ നോക്കിക്കോ. എനിക്കറിയാം മേലെ എന്റെ പൊന്നു സാറുമാരെ. ഏതായാലും അവൻ ഏതാണ്ടൊക്കെ മനസ്സിൽ കണ്ടോണ്ട ഈ കളിയൊക്കെ കളിക്കുന്നത്. അത് ഉറപ്പാണ്, ഉറപ്പ്. അതെ, നിയമം നടത്തുമ്പോ ആരുടെയും തലപ്പൊക്കം അതിനൊരു തടസ്സമാവാൻ പാടില്ല. ആരുടെ തലയ്ക്ക് മീതെയും ചൂടുവയ്ക്കാൻ നിയമത്തിന് കഴിയണം. കമ്മിങ് ടു ദ പോയിന്റ്, കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഈ സംസ്ഥാനത്ത് ഒരുപാട് വർഗീയ ലഹളകൾ നടന്നു. ഇന്റലിജൻസിൽ നിന്ന് വേണ്ടത്ര മുന്നറിയിപ്പ് ഉണ്ടായിട്ടും തീ ആളി പടരുന്നത് തടയാൻ ഗവൺമെന്റിന് കഴിഞ്ഞില്ല. ലേറ്റസ്റ്റ് ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. അമ്പലങ്ങളുടെയും പള്ളികളുടെയും മറവിൽ സംസ്ഥാനത്തെമ്പാടും ആയുധങ്ങൾ കുന്നുകൂടുന്നതിനെ കുറിച്ച്. അതാണ് സർ പ്രശ്നം. എല്ലാം മതവിശ്വാസത്തിന്റെ പേരിലായതുകൊണ്ട്. അമ്പലത്തിന്റെയും പള്ളിയുടെയും മറവിൽ ആയുധങ്ങൾ കൂട്ടുന്നത് മതവിശ്വാസികളല്ല, വർഗീയതയുടെ പേരിൽ പൊട്ടിക്കിളിർത്ത കുറെ പുതിയ നേതാക്കന്മാരാണ് എല്ലാത്തിന്റെയും മുന്നിൽ. പിന്നിൽ അവരെ വെച്ച് സർക്കാരിനോട് യുദ്ധം ചെയ്യുന്ന ചില തടകൊഴിഞ്ഞ രാഷ്ട്രീയക്കാരും. ഈ ജില്ലയിൽ ഇത്തരം ഒരുപാട് പോക്കറ്റ്സ് ഉണ്ട്. അറിയാം. അതുകൊണ്ട് തന്നെയാണ് ക്ലീനിംഗ് ഓപ്പറേഷൻ ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചത്. അവർക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് ശക്തമായ റെയ്ഡുകൾ ഉണ്ടാവണം.
നോ കോംപ്രമൈസ് അറ്റ് എനി ലെവൽ. ബട്ട് സർ, ദ ഡിസിഷൻ ഈസ് വെരി സെൻസിറ്റീവ്. ചെറുവിരൽ കൊണ്ടൊന്ന് പോറിയാൽ മതി, മതവികാരങ്ങൾ വ്രണപ്പെടുത്തിയെന്നാവും പിന്നത്തെ മുറവിളി. നോ, മതവികാരമല്ല, മതവിശ്വാസമാണ് വലുത്. ഈ ചെറുവിരലൊന്ന് തൊട്ടാലുടനെ മുറിയുന്നത് മതവികാരം അത്ര നേർത്തതായതുകൊണ്ടാണ്. ഒന്ന് മുറിഞ്ഞാലും പെട്ടെന്ന് കരിഞ്ഞോളും. പക്ഷേ മതവിശ്വാസം ഉറച്ചതാണ്, അത് മുറിപ്പെടാൻ അനുവദിച്ചുകൂടാ. ദാറ്റ് ഇസ് അവർ സ്റ്റാൻഡ്. കോൺസിക്വൻസസ് ഫേസ് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ്. ലഹള ഉണ്ടായി കഴിഞ്ഞിട്ട് അടിച്ചമർത്തിയെന്ന് അവകാശപ്പെടാൻ വലിയ മിടുക്കൊന്നും വേണ്ട. പട്ടാളം ഇറങ്ങിയ ഒരു ഫ്ലാഗ് മാർച്ച്, പിന്നെ സർവ്വമത സമ്മേളനം, ഭീതിയുടെ നിഴലിൽ ഒരു ശാന്തിയാത്ര, ഇതൊന്നും കൊണ്ട് നഷ്ടപ്പെട്ടതൊക്കെ ആർക്കും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതിന് ലഹള ഉണ്ടാവുന്നതിന് മുമ്പ് അത് തടയാൻ കഴിയണം. പൊളിറ്റിക്കലായിട്ട് പലതരത്തിലും ഇടപെടലുണ്ടാവും. ജസ്റ്റ് ഡോണ്ട് കെയർ. രാഷ്ട്രീയമല്ല, ജനമാണ് വലുത്. ആൻഡ് പീപ്പിൾ വാണ്ട് ആക്ഷൻ. ഗോ അഹെഡ്. നിങ്ങൾ രണ്ടു കൂട്ടരെയും ഒരുമിച്ചിങ്ങനെ ഒരു മേശയ്ക്ക് ചുറ്റും കൊണ്ടുവരാൻ കഴിഞ്ഞത് തന്നെ കാര്യങ്ങൾ നേരെയാവുന്നതിന്റെ ഒരു തുടക്കമാണ് എന്ന് കരുതിക്കോട്ടെ. അങ്ങനെ കണക്കാക്കണ്ട, നേരെയാവുന്നുണ്ടോ ഇല്ലയോന്ന് ഇത് കഴിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. നിങ്ങൾ രണ്ടു കൂട്ടരും വിചാരിച്ചാൽ നേരെയാവാത്ത ഒരു പ്രശ്നവും നമ്മുടെ മുന്നിലില്ല. നിങ്ങൾ സഹായിച്ചാൽ. സഹായിക്കാനല്ലേ ചിലതൊക്കെ പറയാനാ വന്നത്. റെയ്ഡിന്റെ പേരിൽ നടക്കുന്ന തോന്നിവാസങ്ങളെ കുറിച്ച് അമ്പലങ്ങളിൽ കയറി ആയുധം പിടിക്കാൻ നിങ്ങൾക്കാരാഹേ അവകാശം തന്നത്? എല്ലാ അമ്പലങ്ങളുടെയും രക്ഷാധികാരിയായി അങ്ങേക്കാരാണ് നിയമനം തന്നത് എന്നൊരു മറുചോദ്യമുണ്ട്. ചോദിക്കുന്നില്ല. ചിലയിടത്തെങ്കിലും ആയുധങ്ങളുണ്ട് എന്ന് സ്വാമിജി സമ്മതിച്ചല്ലോ, അത് മതി. സ്വാമിജിയുടെ ഇന്നലത്തെ തീപ്പൊരി പ്രസംഗത്തിന്റെ കാസറ്റ് പോലീസുകാർ എന്നെ കൊണ്ടുവന്ന് കേൾപ്പിച്ചു. ഇന്നത്തെ പത്രപ്രസ്താവനയും വായിച്ചു. മനഃപൂർവ്വം വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അങ്ങയുടെ ലക്ഷ്യം. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് ഈ സംസ്ഥാനത്ത്. ക്ഷേത്രങ്ങളിലല്ല പോലീസ് കയറിയത്. ക്ഷേത്രങ്ങളുടെ മറവിൽ ചിലർ പടച്ചുണ്ടാക്കിയ സങ്കേതങ്ങളിലാണ്. അവിടെ നിന്നെല്ലാം ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ശരിയല്ലേ? അല്ല, അമ്പലത്തിന്റെ കാര്യം പിടിയുന്നേ നിങ്ങളെ പോലീസിന്റെ നമ്മൾ പള്ളി കയറിയത് ഇല്ല. ഒരു പള്ളിയിലും പോലീസ് കയറിയിട്ടില്ല. മതവൈരം വളർത്താൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ സംഘടനയുടെ ചില താവളങ്ങൾ, അവിടെ റെയ്ഡ് നടന്നിട്ടുള്ളൂ. മറിച്ച് തെളിയിച്ചാൽ അന്ന് രാജിവെക്കാൻ ഞാൻ തയ്യാറാണ്. പിന്നെ ഒരു കാര്യം, ആരാധനാലയങ്ങൾ അത് അമ്പലമായാലും പള്ളിയായാലും ആയുധ പൂജയ്ക്കുള്ള സ്ഥലങ്ങളല്ല. ഒരമ്പലത്തിലും കയറി ഒരു വിഗ്രഹവും ആരും പിടിച്ചെടുത്തിട്ടില്ല. വിശുദ്ധിയുടെ ഒരണു പോലും കളങ്കപ്പെടുത്തിയിട്ടുമില്ല. നിങ്ങൾ രണ്ടാളുടെയും ബന്ധങ്ങളെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടു കൂട്ടരുടെയും പിന്നിൽ നിന്ന് കളിക്കുന്നത് ഒരാളാണ്. എന്നെ തോൽപ്പിക്കാൻ നിങ്ങളെ വെച്ച് കളിക്കുന്നതും അയാൾ തന്നെയാണ്. നിങ്ങളെ ജയിപ്പിച്ചത് മന്ത്രിയാക്കിയതൊക്കെ അയാൾ തന്നെയല്ലേ? അപ്പോ ആളാരാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു അല്ലേ? എന്നെ ജയിപ്പിച്ചത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. എന്നെ ജയിപ്പിച്ചത് ജനങ്ങളാണ്. നമ്പ്യാരോടല്ല, ജനങ്ങളോടാണ് എന്റെ കടപ്പാട്. പിന്നെ നിങ്ങൾ രണ്ടാളുകളുടെയും ബാക്ക്ഗ്രൗണ്ട്സ് പോലീസ് ട്രേസ് ചെയ്ത് കഴിഞ്ഞു. ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുമാറുന്നതിന് മുമ്പ് 3 തവണ കള്ളക്കടത്തിന് അറസ്റ്റിലായിട്ടുണ്ട് നിങ്ങൾ അല്ലേ? സ്വാമിജിക്കുണ്ട് വിദേശ ബന്ധങ്ങൾ. പക്ഷെ പിടിയിലായത് ഒരിക്കൽ മാത്രം. അത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട്. മത നേതാക്കളുടെ വേഷം കെട്ടിയിറങ്ങിയാൽ നിങ്ങൾ ആർക്കും ഒരിക്കലും തിരിച്ചറിയാനാവില്ലെന്ന് കരുതിയോ? യഥാർത്ഥ മത നേതാക്കന്മാർ വേറെയുണ്ട്. മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ അവർ ഒരിക്കലും തയ്യാറാവില്ല. ഭൂരിപക്ഷം വിശ്വാസികളും അവരുടെ കൂടെയാണ്. നിങ്ങളുടെയൊക്കെ കൂടെ കുറെ ആന്റി സോഷ്യൽസും ക്രിമിനൽസും മാത്രമേ ഉള്ളൂ. എനിക്കൊന്നേ പറയാനുള്ളൂ, അത് നിങ്ങൾക്കൊരിക്കലും മനസ്സിലാവുകയുമില്ല. എല്ലാ ആരാധനാലയങ്ങളും എല്ലാവർക്കും കയറാൻ തുറന്നു കൊടുക്കുന്ന ഒരു കാലം വരും. അമ്പലമെന്നോ പള്ളിയെന്നോ ഭേദമില്ലാതെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും അന്യോന്യം വാതിൽ തുറന്നു കൊടുക്കും. അമ്പലത്തിനും പള്ളിക്കും വേണ്ടി തമ്മിൽ തല്ലി മരിക്കാൻ ആള് കിട്ടാതെ വരും. അന്ന് ജനം നിങ്ങളെപ്പോലുള്ളവരെ തിരിച്ചറിയും. അന്ന് നിങ്ങൾക്കൊക്കെ ശിക്ഷ വിധിക്കുന്നതും ജനങ്ങൾ തന്നെയായിരിക്കും. കഴിഞ്ഞ പ്രസംഗം കഴിഞ്ഞു. ഇനി പ്രവൃത്തിയാണ്.